വീട്ടുവളപ്പിലെ ചങ്ങല പരണ്ട ഉപയോഗിച്ച് അടിപൊളി ചിപ്സാണ് ചെയ്യാൻ പോകുന്നത്. ചങ്ങല പരണ്ടയുടെ ഓരോ കണ്ണികളും മുറിച്ചു മാറ്റിയ ശേഷം തൊലി ചെറുതായി ഇതുപോലെ ചെത്തിയെടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പരണ്ടയെ ചെറു കഷ്ണങ്ങളാക്കുക. 3/4 കപ്പ് പരണ്ടയ്ക്ക് 1/4 കപ്പ് വെള്ളപ്പച്ചരി എടുക്കുക. അതായത് 3:1 അനുപാതം. അരമണിക്കൂറെങ്കിലും പച്ചരി കുതിർക്കണം. ഈ സമയം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പരണ്ടയെ കുക്കറിൽ വേവിച്ചെടുക്കാം. 3 മുതൽ 4 വിസിലെങ്കിലും വയ്ക്കണം. വേവിച്ചെടുത്ത പരണ്ടയുടെ ചൂട് മാറിയ ശേഷം കുതിർക്കാൻ വച്ചിരിക്കുന്ന പച്ചരിയുമായി ചേർത്ത് അരച്ചെടുക്കാം. ഒരുപക്ഷെ അരച്ചെടുത്ത മാവിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഈ പരുവത്തിലെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുക്കിൻ്റെ ചൂട് മാറാനായി കുറച്ചു നേരം മാറ്റി വയ്ക്കുക. മുളക് വിത്തും ഓമവുമാണ് ഇതിൽ അധികമായിട്ട് ചേർക്കാനുള്ളത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു വെള്ള കോട്ടൺ തുണിയെടുത്ത് അതിൽ ഒരു സ്പൂണ് കൊണ്ട് പരണ്ടക്കുറുക്കിനെ ഇതുപോലെ വയ്ക്കുക. 2-3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ പരണ്ട ചിപ്സ് വറുത്തെടുക്കാൻ തയ്യാറാകും. എണ്ണയിൽ പൊരിച്ചെടുത്താൽ സ്വാദിഷ്ടമായ പരണ്ട ചിപ്സ് തയ്യാറാകും. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ നല്ലൊരു കടിയാണ് പരണ്ട ചിപ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പച്ചപ്പ് പടരാൻ സബ്സ്ക്രൈബും ചെയ്യുക.